എന്താ യേശൻകുട്ടി പണിയൊന്നുമില്ലേ? ഒരു പണി തരാം. കത്തിയെടു. എനിക്ക് ചെവി കേട്ടൂടെ? കത്തിയെടുക്കാൻ. ഇല്ല, എടുക്കുന്നില്ല. നിന്റെ മുഖത്തിട്ട് ഉരയ്ക്കുന്ന ഏർപ്പാട് ഞാനങ്ങ് നിർത്തി. അതെന്താ? ഷേവിംഗ് സോപ്പ് വെറുതെ കിട്ടുന്നതല്ല, നിന്റെ മുഖത്തിട്ട് പതപ്പിച്ച് അത് ബ്ലേഡ് പരുവത്തിലായി. പതപ്പിക്കുന്നതല്ലാതെ ഒന്ന് വടിച്ചെടുക്കുക അതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? എടാ, അത് ഓരോ കോൾ വരുമ്പോ ഞാൻ ഇറങ്ങി ഓടണല്ലേ. ഇപ്രാവശ്യം അങ്ങനെയല്ല, ഇത് വടിച്ചിറക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. കത്തിയെടു. ഉറപ്പാണോ? ഉറപ്പടാ, വാ. അതേ ഇരിക്കേട്ടാ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഇതിനല്ല, ഈ ആനവൈദ്യൻ വേലായുധനാശാന്റെ വീട് ഏതാ? അതിവിടെ അടുത്ത. എന്താ കാര്യം? ഞാൻ കുട്ടിശങ്കരൻ, തിരുമംഗലം കോലത്തുനിന്ന് വരിക. ആട്ടെ, ഈ വൈദ്യർ എങ്ങനെ, ആള് കേമനാണോ? കൊള്ളാം, കേമനാണോന്നോ? വൈദ്യുതി തൊട്ടാ തീരാത്ത രോഗം ഇവിടെ ഏത് ആനയ്ക്കാ ഉള്ളത്? ഓ, എന്നാ വൈദ്യര് കോളടിച്ചു. കോലോത്തെ കല്യാണിക്ക് ദീനം തുടങ്ങിയിട്ട് നാളേറെയായി. ആരാ ഈ കല്യാണി? തമ്പുരാന്റെ മോളാ? തമ്പുരാന്റെ മോളെ പേരും കല്യാണി തന്നെ. പക്ഷെ ഇത് ആ കല്യാണിയല്ല, ആന. കോലോത്തെ മൂത്ത പിടിയാന കല്യാണി. കഴിഞ്ഞ കർക്കിടകത്തിൽ തുടങ്ങിയതാ അസുഖം. ഇനി ചികിത്സിക്കാനൊരു വൈദ്യനും ഇല്ല. ആട്ടെ, വൈദ്യരെ കിട്ടുമോ? കിട്ടും. ഓ, എന്നാ കല്യാണി രക്ഷപ്പെട്ടു. അവളെ ദീനം മാറിയ തമ്പുരാക്കന്മാരി വൈദ്യരെ പൊന്നുകൊണ്ട് മൂടും. അപ്പൊ അവിടേക്കുള്ള വഴി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോ ഒരു ആൽത്തറ. അയ്യോ, ദേ അവൻ പിന്നെ മുങ്ങി. എന്താടാ മതം പൊട്ടിയ കൊമ്പനെ പോലെ ഒന്ന് കൊല വിളിക്കുന്നത്? മയക്കുപിടി വെക്കേണ്ടി വരുമോ? ഇങ്ങനെ പോയാ മയക്കുപിടി വെക്കേണ്ടി വരും. താമസിയാതെ കൊല വിളിയും കേട്ടെന്നിരിക്കും. അയ്യേ, നീ ഇവിടെ കുടിയും തേവാരായിട്ട് ഇങ്ങനെ നടന്നോ? അവസാനം നാട്ടുകാർ കയറി നിന്റെ മുഖത്ത് പഞ്ചവാദ്യം വായിക്കുമ്പോഴേ നീ വിവരം അറിയുള്ളൂ. എന്ത് നേടാ, കുറെ നേരമായല്ലോ പറു പറഞ്ഞോണ്ടിരിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാ പറ. എടാ, ഇതുപോലെ ചെറുകിട തരികിട ഇതുപോലെ ചെറുകിട തരികിട പരിപാടിയായിട്ട് നടന്ന് നമുക്ക് തിരുവാഭരണം തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്നാ ഇത്തിരി വലിയ തരികിട പരിപാടി എന്താന്ന് വെച്ചാ പറഞ്ഞതാ. അതിനുള്ളൊരു പദ്ധതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആണോ? വാ. ഇത്രി കെട്ടവൻ. സ്വന്തം വീട് പോലെ നിന്നോണം. നമോ ഭാഗം. ഈ ആനവൈദ്യൻ വേലായുധനാശന്റെ വീട്? അതെ. എന്താ തത്തോന്നറിയാൻ വന്നതായിരിക്കും. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെയാ സംസാരിക്കണ്ടേ? വേലായുധനാശാനെ കാണണം പോലും. എങ്കിലും അങ്ങോട്ട് കേട്ടോളുക. അങ്ങനെ ഒരാളില്ല, മരിച്ചു. കിടപ്പില? മരിച്ച പോലെ കിടപ്പില. അങ്ങനെയല്ലല്ലോ ബാർബർ പറഞ്ഞത്. ബാർബറോ? ഏത് ബാർബർ? നിങ്ങൾ ആരാ? ഞാൻ കുട്ടിശങ്കരൻ, തിരുമംഗലം കോലോന്ന് കേട്ടിട്ടില്ലേ? 18 ആനകളുള്ള രാജപരമ്പരയിൽപ്പെട്ട തറവാടാ അവിടത്തെ കാര്യസ്ഥൻ. ആരായാലും ശരി, ആശാനെ കാണാൻ പറ്റില്ല, തീരെ കിടപ്പില. ഇനിയിപ്പൊ ആർക്കാ വേണ്ടത്? ആയ കാലത്ത് ആനക്കാരുടെ ക്യൂ ആയിരുന്നു ഇവിടെ. അറിയോ എനിക്ക്? ഒന്ന് മേലാണ്ടായപ്പോ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി പോലുമില്ല. ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ തറവാടിനകത്ത് തളർന്നു കിടക്കുക പാവം. ചേച്ചി തറവാട് പോലും എണ്ണാൻ നിലംപതിക്കാന്ന് അറിയാണ്ട് നിൽക്കുക. സങ്കടമുണ്ട് കുട്ടിശങ്കര, സങ്കടമുണ്ട്. പിന്നെ പ്രതീക്ഷയ്ക്ക് വക നൽകാൻ ഒന്നേ ഉള്ളൂ, ആശാന്റെ സിദ്ധി 10 മടങ്ങി ഈ മകന് കിട്ടി. അത്ര തന്നെ. മകനാണോ? ഞാനല്ല. വണക്കം വൈദ്യരെ, ആശ്വാസമായി. ഇനി വന്ന കാര്യം പറയാം. കോലോത്തെ കൊച്ചി കല്യാണിക്ക് ദീനം തുടങ്ങിയിട്ട് മാസം 1 പല വൈദ്യന്മാരും വന്ന് ചികിത്സിച്ചു, ഒരു കുറവുമില്ല. ആശാനെ കുറിച്ച് കേട്ടപ്പോ അതുകൂടെ പരീക്ഷിച്ചേക്കാമെന്ന് കരുതി. ഇനിയിപ്പോ ആശാനില്ലെങ്കിലും അതിനേക്കാൾ മിടുക്കനായ മകനുണ്ടല്ലോ, അത് മതി. ഇല്ല, ഞാൻ വരില്ല. അയ്യോ, അങ്ങനെ പറയരുത്. വൈദ്യരെ കൊണ്ടുവന്നില്ലെങ്കിൽ തമ്പുരാൻ എന്റെ തല കൊയ്യും. എന്താ വിഷ്ണു നീ പറയണേ? രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടപ്പോ ഇങ്ങനെ ഇടഞ്ഞേക്കാ വേണ്ടത്? രക്ഷപ്പെടുക എങ്ങനെ? ഞാൻ പോവാം, ചികിത്സിക്കാം, ദീനവും മാറ്റാം. ജീവിതകാലം മുഴുവൻ രക്ഷപ്പെടാനുള്ള വകയിൽ തമ്പുരാൻ ഉണ്ടാക്കി തരുമോ? തരും തരും. ചോദിക്കുന്നത് എന്തും തരും. തമ്പുരാന്റെ പട്ടാഭിഷേകം ആ കുംഭം 3-ന്. അതിനു മുമ്പ് കല്യാണിയുടെ ദീനം മാറിയ പൊന്നും പണവും വാരി കോരി തരും തമ്പുരാൻ. കുംഭം 3 സത്യമാണോ? ഇത് സത്യം. എന്നാൽ ഇനി ആലോചിക്കാനില്ല, ഞങ്ങൾ വരുന്നു. സന്തോഷായി. പിന്നൊരു കാര്യം, തമ്പുരാനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ഇണങ്ങിയാൽ ചങ്ക് പറിച്ചു കൊടുക്കും, ഇണങ്ങിയാൽ ചങ്കിടിച്ച് കലക്കും. അതാ ആദിവർമ്മ തമ്പുരാൻ. ചന്ദ്രകോളം തലയിൽ വന്ന് വീണാലും അനങ്ങില്ല, അതാ പ്രകൃതം. അയ്യോ, എന്ത് പറ്റി? ഇടത് ചന്തി പഞ്ചറായി എന്നാ തോന്നുന്നത്. ഓ, ഇനി പട്ടാഭിഷേകത്തിന് ഈ ചന്തിയും കുത്തി ഞാൻ എങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കും? ദൃഷ്ടിദോഷാവും. ദൃഷ്ടിദോഷമല്ല, സൃഷ്ടിദോഷം. നമുക്കുണ്ടല്ലോ 2 സൃഷ്ടികൾ. ആരാടി അവിടെ എണ്ണ ഒഴിച്ചത്? ഇളിക്കുന്ന കണ്ടില്ലേ?
ആരാ അവിടെ എണ്ണ ഒഴിച്ചത്? ഞാനല്ല കല്യാൺ ചേച്ചിയാ. കല്യാണി കല്യാണി ചിന്ന ചിന്ന ആശേ ചിറകടിക്കും ആശേ മുത്ത് ആശേ. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ ഈ ആശ? എവിടെയാ കുറുമ്പുകാരി? വന്ന് കേറിയില്ല, അതിനുമ്പ് തുടങ്ങി. എന്താ എന്താ കേശവ? ആ കുട്ടി കാണിച്ച അന്യായം കണ്ടില്ലേ അമ്മേ? ഗോണിപ്പടിയിൽ എണ്ണ ഒഴിച്ചു വെച്ചിരിക്കണോ. ഇതറിയാണ്ട് വന്ന കേശവേട്ടൻ ദേ മലക്കം മറിഞ്ഞൊരു വീഴ്ച. ദേ കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നോ? നിക്കടി ഇവിടെ. എടീ നിക്കാൻ. ഈ അമ്മ തമ്പുരാട്ടി ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കണം. ബാംഗ്ലൂരിലോ മൈസൂരിലോ ഇരുന്നാ പോരായിരുന്നു അവൾക്ക്. ഞങ്ങളുടെ സ്വസ്ഥത കളയാൻ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്താ കേശവ ഈ പറയണേ? ഇങ്ങടല്ലാണ്ട് പിന്നെ അവൾ എങ്ങടാ വരിക? കുട്ടിയല്ലേ അവള്. ഇതൊക്കെ അത്ര കാര്യാക്കാനുണ്ടോ? പാവം അമ്മയല്ലാണ്ട് വളർന്ന കുട്ടിയാ. എങ്ങനെയാ ഉണ്ടാവുക? ഇതല്ലേ വയറ്റി പറഞ്ഞത്. അമ്മ മാത്രമല്ലല്ലോ, ഇതിന്റെ തല കണ്ട പാടെ അച്ഛൻ തമ്പുരാനും പടിയിറങ്ങി പോയില്ലേ? പൊന്നുമോള് വന്നു എന്ന് അറിഞ്ഞിട്ട് ഒന്ന് കാണാൻ വന്നോ? ഇല്ലല്ലോ. മതി നിർത്ത. തടി ഇറങ്ങിപ്പോയെങ്കിലും ഇന്ന് ഈ കോലത്ത് അയാളുടെ സാധനം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും. ബാനു, എന്താ അമ്മേ? അകത്തേക്ക് ചെല്ലുക. ഇനി ഓരോന്ന് പറഞ്ഞ ആ കുട്ടിയെ വിഷമിപ്പിക്കണ്ട. വേഗം ഒന്ന് ഒരുക്കി നിർത്തുക. അവളെ കാണാൻ ഇന്നൊരു കൂട്ടർ വരുന്നെന്ന കാര്യം അറിയാലോ. എന്താ ഇനി നിന്നോട് പ്രത്യേകം പറയണോ? ചെല്ലുക. ഓ, വലത് ചന്തിയും പഞ്ചറായി. ആദിത്തമ്പുരാനെ, 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 കിട്ടി കിട്ടി ആദിത്തമ്പുരാനെ. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആന ചിഹ്നം വിളിക്കുന്ന പോലെ തമ്പുരാക്കന്മാരെ വിളിക്കരുതെന്ന്. ഈ കോലത്തെ തമ്പുരാക്കന്മാരെല്ലാം പൊട്ടന്മാരാണെന്നാണോ നിന്റെ വിചാരം? ആ, ഇനി പറയൂ, എന്ത് കിട്ടി? അടി കിട്ടി. അതിനു മുമ്പ് വൈദ്യരെ കിട്ടി. ഓഹോ, എപ്പോ വരും? വിവരം വേണം, വിവരം. ഏ? ഈ വേലായുധം വൈദ്യൻ ആരാണെന്ന് അറിയോ ആദിത്തമ്പുരാന്? തിരുനക്കര കൊച്ചുകൊമ്പന്റെ കാല് കൂച്ചുവലം കൊണ്ട് കോച്ചിയപ്പോ കൊച്ചി രാജാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സന്മത കുക്കുട തൈലം കാച്ചി തേച്ചു ഭേദമാക്കിയത് ഈ വൈദ്യരാ. ഓഹോ. ഇടയ്ക്ക് കയറരുത്. കുട്ടനല്ലൂർ കുട്ടൻ തമ്പുരാൻ പല്ലക്കിലേറ്റി കൊണ്ടുപോയി തടി കൊണ്ട് തട്ടുകെട്ടി മുട്ടുകാലൊടിഞ്ഞ കുട്ടിക്കൊമ്പനെ ചികിത്സതും ഈ വൈദ്യനാ. കൂട്ടാൻ തമ്പുരാൻ ഞൊട്ടിയൊന്നും എനിക്ക് കേൾക്കണ്ട. വൈദ്യരവറ പാവം തട്ടിപ്പോകാറായി, തീരെ കിടപ്പില്ല. അപ്പൊ വരില്ലേ? വരില്ല. അയ്യോ, ഇത് പറയാനാണോ ഈ കഥാപ്രസംഗം മുഴുവൻ നടത്തിയത്? മുഴുമിച്ചില്ല. എന്നാ മുഴുവിക്ക്. വൈദ്യര് കിടപ്പിലായാലെന്താ? വൈദ്യനേക്കാൾ കൊടികെട്ടിയ മകൻ വൈദ്യം വരുന്നുണ്ട്. തമ്പുരാന്റെ പട്ടാഭിഷേകത്തിന് മുമ്പ് മകൻ വൈദ്യം വരുന്നുണ്ട്. ആദിത്തമ്പുരാന്റെ പട്ടാഭിഷേകത്തിന് മുമ്പ് ആ, കല്യാണിയുടെ ദീനം മാറ്റിത്തരാൻ അച്ഛൻ പറഞ്ഞിരിക്കുക. ഓ, കഷ്ടായി കഷ്ടായി. ഹേയ്, എന്റെ പട്ടാഭിഷേക സമയത്ത് കല്യാണി ഇങ്ങനെ ദണ്ണപ്പെട്ട് നിൽക്കുന്നത് കഷ്ടായി എന്ന് പറയായിരുന്നു. തമ്പുരാൻ കണ്ടോ? എന്ത്? കല്യാണി ഇവിടെ തുള്ളിച്ചാടി നടക്കും. മകൻ വൈദ്യനും ശിഷ്യനും പുറകെ എത്തിക്കഴിഞ്ഞു. വാങ്ങാനുള്ള മരുന്നും കൂട്ടങ്ങളുടെ ലിസ്റ്റും തന്നു. ആഹാ, ആ, എന്നാ പിന്നെ നോക്കി നിൽക്കാതെ പോയി വാങ്ങിച്ചോണ്ട് വാടോ. നിൽക്കൂ. ആദി കേസ് ഓർമ്മയുണ്ടോ? ആരാ? ഞങ്ങളിവിടുത്തെ കുട്ടിയെ കാണാൻ വന്നവരാ. കല്യാണി കുഞ്ഞിനെ പെണ്ണ് കാണാൻ വന്നവരല്ലേ? നിൽക്കൂ, ഞാനിപ്പോ വരാം. ആദിത്തമ്പുരാനെ, ആദിത്തമ്പുരാനെ, നീ ഇതുവരെ പോയില്ലേ? ദേ കല്യാണിയുടെ ആളുകൾ എത്തി. ഹാ, സന്തോഷം സന്തോഷം. ആ, നീ ഇങ്ങനെ താളം തുള്ളി നിൽക്കാതെ അങ്ങാടി പോടാ. ഞാൻ ഈ ലിസ്റ്റ് ഒരിക്കൽ കണ്ടതല്ലേ, പോടാ. നമസ്കാരം. ആ, വഴിയിലോ ചെറിയ തടസ്സം ഉണ്ടായി. ആ. ഞങ്ങൾ വൈകിയില്ലല്ലോ. അതിനിവിടെ മതം പൊട്ടി നിൽക്കുമൊന്നും അല്ലല്ലോ കല്യാണി, അല്ലേ? വലിയ ഫലിതക്കാരനാണെന്ന് മുമ്പേ കേട്ടിട്ടുണ്ട്. ആ വഴിക്ക് ലേശം താല്പര്യം ഇല്ലാതില്ല. ഫലിതം പറഞ്ഞ് ചിരിപ്പിച്ച് അസുഖഭേദമാക്കിയ ചരിത്രം വരെയുണ്ട്. അതൊരു വശം. അനിയൻ തമ്പുരാനാ അല്ലേ? അല്ല, ഞാനാ ഫലിതക്കാരൻ. അല്ല, ഇദ്ദേഹം അനിയൻ തമ്പുരാൻ അല്ലേ? കുടുംബചരിത്രമൊക്കെ പിന്നെ പറയാം. ഇതിൽ ആരാ മെയിൻ റോള്? അപ്പൊ ഇവിടുന്ന് വലയത്തിനൊട്ടും പിന്നോക്കമല്ല. എന്റെ അത്ര വരില്ല. വലുത് കുടുംബം. ഇതാ കക്ഷി. പിടിവാശി അല്പ കൂടുതലാ അവൾക്ക്. അറിഞ്ഞും കണ്ടും ഒക്കെ വേണം പെരുമാറാൻ. അതോർത്ത് വിഷമിക്കണ്ട. ഏത് രീതിയോടും പൊരുത്തപ്പെടാൻ മിടുക്കനാ ഞാൻ. എങ്ങനാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ? ആദ്യം കല്യാണി ഒന്ന് കാണണം, പിന്നെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, എന്നിട്ട് കാര്യത്തിലേക്ക് കടക്കാം. എന്നാ വന്ന കാലം ഇരിക്കാതെ നിൽക്കുകയാണ്. അല്ല, നിക്കാതെ അപ്പുറത്തോട്ട് പോവുക. ബലരാമ, കല്യാണി കാണിച്ചു കൊടുക്ക. എന്നാ വാ. ഇവന് മതം പൊട്ടി. കല്യാണിക്ക് കുറച്ച് കൂടുതലാ. തിരുമംഗലത്തെ ഐശ്വര്യം എന്ന് പറയുന്നത് ഇതാ ഇവറ്റകളാ. മാധവ, ഇവരെ കല്യാണിയെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. അതെ, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വിടുന്നേ? ഇത്തിരി പൊങ്ങച്ചക്കാരാന്നാ തോന്നുന്നു. സാരമില്ല, എല്ലാം ഒന്ന് കണ്ടിരിക്കും, നമുക്ക് നല്ലതാ. നടക്കുക. തമ്പുരാൻ പറഞ്ഞില്ലേ കല്യാണിക്ക് ലേശം കുറുമ്പുണ്ടെന്ന്? ലേശമൊന്നും അല്ല, കുറച്ചധികമാ. കഴിഞ്ഞ ദിവസം ഇതുപോലെ കുട്ടിക്കൃഷ്ണൻ കൊണ്ടുവന്നതാ ഒരാളെ. ആദ്യം ഒന്ന് അടുത്തു, പിന്നെ കാലിൽ പിടിച്ച് ചുരുട്ടി നിലത്തൊരടിയ.
കോവിലത്താന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് നല്ല അടക്കം ഒതുക്കം കാണുമെന്നാ. അതെ, അടക്കം ഒതുക്കം ഒക്കെ ഉണ്ടായിരുന്നതാ. ഇടയ്ക്ക് മനക്കില്ലത്തൊന്ന് പോയി. കുറച്ചു ദിവസം അവിടെയായിരുന്നു. അവിടെ ഉണ്ടല്ലോ ഏവനായിട്ട് വേറൊരുത്തൻ ശങ്കരൻകുട്ടി, അവനുമായി അടുത്തു. പിന്നെ ഒരു വിധത്തിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പൊ ചെറിയൊരു സംശയമുള്ളത് ഗർഭമുണ്ടോന്നാ.